കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ഒരുമിച്ച് ചിന്തിക്കുവാൻ, പഠിക്കുവാൻ സർവകൃപാലുവായ കർത്താവ് നമുക്ക് തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. സംഭവബഹുലമാകുന്ന ലോകത്തിൽ നമുക്ക് ആശ്വാസവും പ്രത്യാശയും ധൈര്യവും നൽകുന്നത് ദൈവത്തിൻ്റെ വചനമാണല്ലോ. അതുകൊണ്ട് തിരുവചനത്താൽ നമ്മുടെ പുതിയ ദിവസം ആരംഭിക്കാം. നാം ഈ ദിവസങ്ങളിൽ ഏത് വിഷയമാണ് ചിന്തിക്കുന്നത്? ന്യായപ്രമാണം എന്നുള്ള വിഷയമാണ്. കഴിഞ്ഞ 5 എപ്പിസോഡുകളായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ഈ വിഷയം ചിന്തിക്കുകയായിരുന്നു. അതിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ TV മിനിസ്ട്രിയുടെ പ്രൊഡ്യൂസറായിരിക്കുന്ന ശ്രീ പേരകത്തെ ചെറിയാൻസ്കറിയ സാർ നമ്മോടൊപ്പം ഉണ്ട്. സാറിന് പ്രത്യേകം സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ വിലപ്പെട്ട ദൈവവചന ആലോചനകൾ പ്രിയ സാറിലൂടെ നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ട് ചിന്തിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവും ന്യായപ്രമാണവും. നമ്മൾ ഇന്ന് ലോകത്തിൽ കേൾക്കുന്നത് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നതോടുകൂടി ന്യായപ്രമാണം എല്ലാം മാറിപ്പോയി, നമ്മൾ ഇനി ഇത് അനുസരിക്കേണ്ടതില്ല എന്നൊക്കെയാണ് ലോകത്തിൽ നിന്ന് ഭൂരിപക്ഷം ആളുകൾ പഠിപ്പിക്കുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന് ന്യായപ്രമാണത്തോടുണ്ടായിരുന്ന സമീപനം എന്തായിരുന്നു എന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ചിന്തിക്കാം. സാറേ, നമ്മൾ കർത്താവായ യേശുക്രിസ്തുവാണല്ലോ നമ്മുടെ എല്ലാം മാതൃകാ പുരുഷൻ, നമ്മുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനും, നമ്മുടെ എല്ലാം കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പൊ യേശുക്രിസ്തുവിനെയാണ് നമ്മൾ എല്ലാ കാര്യത്തിലും നോക്കുന്നത്. ഇബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കുക. അപ്പൊ എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ നോക്കുന്നത് യേശുവിനെയാണ്. അപ്പൊ യേശുക്രിസ്തുവിൽ ഈ ന്യായപ്രമാണത്തെ സംബന്ധിച്ച് എന്ത് മാതൃകയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്? അതാ ചോദ്യം. കർത്താവായ യേശുക്രിസ്തുവിൽ ന്യായപ്രമാണം കാണുന്നു എന്നുള്ളതാണ് അല്ലേ. ഇനി പഴയ നിയമത്തില് പറയുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തു ജഡം എടുത്ത് ഈ ഭൂമിയിലേക്ക് വരുമ്പം ന്യായപ്രമാണത്തോട് എന്ത് ചെയ്യും എന്ന് പ്രവചനമുണ്ട്. അത് നോക്കുന്നത് നല്ലതല്ലേ? നോക്കിയിട്ട് പുതിയ നിയമത്തിലോട്ട് പോകാം. അത് തന്നെ. അപ്പൊ പഴയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ ന്യായപ്രമാണത്തോട് എന്ത് ചെയ്യുമെന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. ആ പ്രവചനം പൂർത്തിയായോ ഇല്ലയോ എന്നും കൂടെ നോക്കുമ്പോൾ കർത്താവ് ന്യായപ്രമാണം തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കണം സാധിക്കും. അതുകൊണ്ട് യെശയ്യാ പ്രവചനം 42-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വായിക്കാം. യഹോവ തന്റെ നീതി നിമിത്തം ഉപദേശത്തെ ശ്രേഷ്ഠമാക്കി മഹത്വീകരിപ്പാൻ പ്രസാദിച്ചിരിക്കുന്നു. അതിനി ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ന്യായപ്രമാണത്തെ നമ്മൾ ഈ ഭൂതക്കണ്ണാടി വെച്ച് നോക്കുമ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടെ തെളിയോ കാണും. അങ്ങനെ ആ വാക്യത്തിന്റെ അർത്ഥം കർത്താവായ യേശുക്രിസ്തു ന്യായപ്രമാണം കൂടുതൽ വിപുലമായിട്ട് മനസ്സിലാക്കുവാൻ തക്കണം കർത്താവായ യേശുക്രിസ്തുവിൽ സാധിക്കും എന്നാണ് പറയുന്നതിന്റെ അർത്ഥം അല്ലേ? അതെ. കർത്താവായ യേശുക്രിസ്തു ന്യായപ്രമാണത്തോട് അങ്ങനെ തന്നെ ചെയ്തുവോ എന്ന് നോക്കുമ്പോൾ കർത്താവ് ന്യായപ്രമാണം കൂടെ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കും. അത് ഇംഗ്ലീഷിൽ എങ്ങനെ സാർ എഴുതിയിരിക്കുന്നത്? ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഹി വിൽ മാഗ്നിഫൈ ദ ലോ. കർത്താവായ യേശുക്രിസ്തു മെശിയായിട്ട് ഈ ഭൂമിയിലേക്ക് വരും എന്നുള്ള പ്രവചനം വരുമ്പോൾ ഹി വിൽ കം ആൻഡ് മാഗ്നിഫൈ ദ ലോ. മാഗ്നിഫൈ ദ ലോ എന്ന് പറഞ്ഞാൽ ഇത് ന്യായപ്രമാണത്തെ ഒന്നും കൂടെ വിശദമാക്കി കാണുവാൻ കൊണ്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു ന്യായപ്രമാണത്തെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ 21-ഉം 28-ഉം കുല ചെയ്യരുത് എന്നും ആരെങ്കിലും കുല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്ത് മനസ്സിലായി? 10 കൽപ്പനയിൽ പറഞ്ഞിട്ടുണ്ട്. 10 കൽപ്പനയിലെ ഒരു കൽപ്പനയാണ് കുലയരുത് എന്നുള്ളത്. അത് കർത്താവായ യേശുക്രിസ്തു വന്നപ്പോൾ ഇത് എന്ത് ചെയ്യും? മാഗ്നിഫൈ ചെയ്യും, ഒന്നുകൂടെ വിശാലം ആക്കി തീർക്കും എന്ന് പറയുന്നു. അങ്ങനെ സംഭവിച്ചുവോ എന്ന് നോക്കാം. 22-ാമത്തെ വാക്യം കൂടെ വായിക്കണം. ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. അപ്പം ന്യായവിധിക്ക് യോഗ്യനാകും അല്ലേ? ന്യായം വിധിക്കുന്ന എന്തുകൊണ്ടാ? ന്യായപ്രമാണം കൊണ്ടാ അല്ലേ? കൊലപാതകനെ ദൈവം
ന്യായം വിധിക്കുന്നത് ന്യായപ്രമാണം കൊണ്ടാണ്. അതെ. അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ അത് മാഗ്നിഫൈ ചെയ്യുമെന്ന് പറഞ്ഞു. അതെ. നീക്കിക്കളയെന്നല്ല, അല്ലല്ല, നീക്കിക്കളയെന്നുള്ള കാര്യം നമ്മൾ പല എപ്പിസോഡിൽ അത് മനസ്സിലാക്കി അല്ലേ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, ഒന്നും ഒഴിഞ്ഞു പോകുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാൻ വരുന്നുവെന്ന് നിങ്ങൾ അങ്ങനെ അധ്യായത്തിൽ തന്നെ എഴുതിയിരിക്കുകയാണല്ലോ. മത്തായിയുടെ അതേ അധ്യായത്തിൽ തന്നെ എഴുതിയിരിക്കുകയാണ്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. ഒരു ചിന്തിക്കു പോലും അരുത് എന്നാ പറഞ്ഞു. നീക്കുവാനല്ല, നിവർത്തിപ്പാൻ അത്രേ വന്നത്. നിവർത്തിപ്പാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞു ഫുൾഫിൽ, ഫുൾഫിൽ, ഫിൽ, ഫുൾ, ഫുൾ, പ്ലീറോ. അതെ അതെ, നിറയ്ക്കുക, നിറയ്ക്കുക എന്നർത്ഥം. അറിവിനെ വർദ്ധിപ്പിക്കുക, അറിവിനെ വർദ്ധിപ്പിക്കുക എന്നാ. എന്നാൽ ഇന്ന് പ്രസംഗിക്കുന്ന അങ്ങനെയല്ലല്ലോ. ഇന്ന് പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു വന്നു, ക്രൂശിൽ തറച്ചോടെ, ഇതെല്ലാം പോയെന്നല്ലേ പറയാം. വളരെ നമ്മൾ ഈ 21-22 വാക്കുകൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും കൊലപാതകം എന്താണെന്ന് ജനങ്ങൾക്കുണ്ടായിരുന്ന അറിവിന്റെ അർത്ഥതലത്തെ വിസ്തൃതമാക്കി സഹോദരന് കോപിക്കുന്നവൻ പോലും കൊലപാതകമാണെന്നുള്ള വിശാല അർത്ഥത്തിലേക്ക് പ്രമാണത്തെ മാഗ്നിഫൈ ചെയ്തു. അപ്പൊ നമ്മളിന്ന് മനസ്സിലാക്കുന്നു, പ്രവചനം കർത്താവിൽ നിവർത്തിച്ചു അല്ലേ. അതെ. യെശയ്യാ പ്രവാചകൻ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ ന്യായപ്രമാണത്തോടെ എന്ത് ചെയ്യും എന്ന് പ്രവചനം പറഞ്ഞിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു അത് നിവർത്തിച്ചു. അതാണ് അതിന്റെ വാക്കിന്റെ അർത്ഥം അല്ലേ. അതിന്റെ തന്നെ 28-ാമത്തെ വാക്യം വായിക്കണം. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു ഈ ന്യായപ്രമാണത്തോട് എന്ത് ചെയ്തു എന്ന് നമുക്ക് നിഗമനം. വ്യഭിചാരം ചെയ്ത് 40 ദൂരെ കളഞ്ഞില്ല, ഇല്ലല്ലോ. പിന്നെ അതിനോട് എന്ത് ചെയ്തു? അതിനെ ഒന്നും കൂടെ അർത്ഥതലം വിസ്തൃതമാക്കി. പിന്നെ എങ്ങനെയാ പറയുന്നത്? കർത്താവായ യേശു ക്രിസ്തു വന്നപ്പോൾ ന്യായപ്രമാണം നീങ്ങിപ്പോയി എന്ന് പറയുന്നത് എങ്ങനെയാ? ആ പിശാചിന്റെ ഉപദേശം. കാരണം ദൈവം എന്ത് കൽപ്പിക്കുന്നു അതിന് നേരെ വിപരീതം ഉപദേശിച്ചേ മതിയാകത്തുള്ളൂ. അതെ അതെ അല്ലേ. ഓക്കെ. ഇനി ന്യായപ്രമാണം എന്ന് പറയുന്ന വാക്ക് 63 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ പുതിയ നിയമത്തിൽ അതിൽ 28 പ്രാവശ്യവും കർത്താവായ യേശു ക്രിസ്തു ആണ് ആ വാക്ക് പറഞ്ഞിട്ടുള്ളത്, ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി വിപുലീകരിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഒരിക്കൽ പോലും ന്യായപ്രമാണം നീങ്ങിപ്പോകുന്ന കർത്താവിന്റെ വായിൽ നിന്ന് വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കെ എങ്ങനെ പ്രസംഗിക്കും? ഏത് വാക്യം എടുത്ത് പ്രസംഗിക്കും? പിന്നെ അഭയം തേടുന്നത് ഇവിടെ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇത് ഓൾറെഡി വിശ്വസിക്കുക അല്ലേ, വിശ്വസിക്കുന്നു, പഠിപ്പിക്കുന്നു. കഴിഞ്ഞ ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞു, ആദ്യം മേൽക്കൂര ഉണ്ടാക്കും, പിന്നെ ഈ മേൽക്കൂരയെ താങ്ങി നിൽത്താൻ അടിസ്ഥാനം. അങ്ങനെ തേടുമ്പോഴാണ് പൗലോസ് അപ്പോസ്തലന്റെ അടുക്ക പോകുന്നത്. കർത്താവിനെ പറഞ്ഞിട്ടൊന്നും പറയാനില്ല, ഇല്ല, ഒരു കാര്യം പോലും ഇല്ല. നീങ്ങിപ്പോയെന്നോ മാറിപ്പോയെന്നോ ഒന്നും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വായിൽ നിന്നും വന്നിട്ടില്ല. മറിച്ച് അതിന് വിപരീതമായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. പൗലോസ് അപ്പോസ്തലനും പറഞ്ഞിട്ടില്ല, പൗലോസ് അപ്പോസ്തലനും പറഞ്ഞിട്ടില്ല. വ്യാഖ്യാനത്താൽ ഉളവാക്കാം. അപ്പോസ്തലന്റെ വാക്കുകളെ വളച്ചൊടിച്ച് അത്തരത്തിലാക്കിയെടുക്കാം. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ. അനന്തരം ഒരുത്തൻ വന്ന് യേശുവിനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിന് യേശു, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്നവനോട് പറഞ്ഞു. ഓക്കെ. ഇനി കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവ് ഉത്തരം പറയുകയാണ്, നിത്യജീവനിൽ പ്രവേശിക്കാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം അല്ലേ. അപ്പം കർത്താവ് പറയുന്നത്, നീ ന്യായപ്രമാണം അനുസരിക്കണം. അതെടാ മോനെ, ന്യായപ്രമാണം നീങ്ങിപ്പോയി, നീ ഇത് അനുസരിക്കണ്ടെന്ന് പറഞ്ഞില്ല അല്ലേ. അതെ, അത് തന്നെ. ഇനി നിത്യജീവനെ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? ന്യായപ്രമാണം അനുസരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിക്കണം. അവിടുത്തെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ഇത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ചിന്തിക്കാം അല്ലേ. ഇത് വേദപുസ്തകമല്ലേ. അതെ. അവന്റെ ആരായി പറയുന്നേ? യേശുവാ പറയുന്നത്. യേശു എന്തു പറഞ്ഞു ന്യായപ്രമാണത്തെ പറ്റി? അത് പിതാവിന്റെ കൽപ്പന നിത്യജീവൻ. 49 വേണേ ഒന്ന് വായിക്കാം. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു.
അവിടുത്തെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ആരറിയുന്നു? യേശു അറിയുന്നു. സാറും അതുപോലെ അങ്ങ് അറിഞ്ഞാൽ മതി. അതെ, അല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ല. യേശു അറിയുന്നു. പിതാവിനോടുകൂടെ സമത്വം ഉണ്ടായിരുന്ന ദൈവമാകുന്ന ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ ന്യായപ്രമാണത്തെ പറ്റി എന്തു പറഞ്ഞു അതെ എന്നുള്ളതാണ്. അപ്പൊ ഈ മനുഷ്യനോട് ചെന്ന് ചോദിക്കുക, രക്ഷപ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് എന്ത് പറയുന്നു? നീ കൽപ്പനകളെ പ്രമാണിക്കുക. ഏത് വെളിച്ചത്തിലേ പറയുന്നേ? ഇതും കൂടെ അതിന്റെ കൂടെ കൂട്ടി വെക്കാം. അതെ അല്ലേ? അതെ. പിതാവിന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയാം. ഈ കൽപ്പനയില്ലാതെ നിത്യജീവൻ എങ്ങനെ പോകുന്ന ഞാൻ ചിന്തിക്കുന്നേ. അതെ. അപ്പൊ ഇന്നത്തെ പ്രസംഗം എന്തുവാണ്? വെറും അബദ്ധം. അല്ലേ? അതെ. എന്റെ സ്വന്തം ഭാഷയിൽ പറഞ്ഞാലേ ഇത് സാത്താന്റെ ചതിവാ. അതെ, തീർച്ചയായിട്ടും. ന്യായപ്രമാണം അനുസരിക്കണ്ട എന്ന് പറയുന്നത്. അല്ല, അനുസരിക്കാതിരുന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ ആള് കൂടും. പുള്ളിക്ക് ആള് കൂട്ടണമല്ലോ. ഇത് ആർക്കും കൽപ്പന ഒന്നിനും കീഴ്പ്പെട്ട് ജീവിക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല. അല്ലേ? അതുകൊണ്ട് സ്വാതന്ത്ര്യമാണല്ലോ. അതെ, അത് തന്നെ. ഓൾറൈറ്റ്. ഇനി ഒരു കാര്യം വായിക്കാം. അപ്പൊ അവനോട് പറയുന്നുണ്ട്, അല്ലേ? അവനോട് പറയുന്നുണ്ട്, ചോദ്യവും അതിന്റെ ഉത്തരവും കഴിഞ്ഞു. അതെ. അപ്പൊ അവൻ പറയുന്നു, ഞാനെല്ലാം പൂർവ്വകാലം മുതലേ അനുസരിച്ചു പോകുന്നു. അവൻ പറയുന്നു, നിന്നിൽ ഒരു കുറവുണ്ട്. എന്തുവാണ്? നീ ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാളും ധനത്തെ സ്നേഹിക്കുന്നു. 10 കൽപ്പന സ്നേഹത്തിന്റെയാ. ഇയാൾ ധരിച്ചിരിക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ ഞാനെല്ലാം തികഞ്ഞിരിക്കുന്നു, ന്യായപ്രമാണത്തെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കുറവുമില്ലെന്ന് പറയും. പൗലോസ് അപ്പോസ്തലൻ സാക്ഷ്യം പറയുന്നു, ന്യായപ്രമാണ സംബന്ധമായിട്ട് ഞാൻ യാതൊരു കുറ്റവും ഇല്ലാത്തവനെന്ന് സ്വന്തമായിട്ട് സാക്ഷ്യം. പക്ഷം തെറ്റിൽ എന്താണ് ഇതിനെപ്പറ്റിയുള്ള കാര്യം മനസ്സിലായോ? ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് നിലവിളിച്ചു പോയി. അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തില് വ്യഭിചാരത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ അവിടെ കൊണ്ടുവന്നു. അല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുൻപിൽ കൊണ്ട് ഇവളെ അവിടെ ഇട്ടു. എന്നിട്ട് പറയാണ്, മോശയുടെ ന്യായപ്രമാണ പ്രകാരം കല്ലെറിഞ്ഞു കൊല്ലണം. അല്ലേ? ഇതിന്റെ ശിക്ഷ എന്തോ കൊടുക്കണമെന്നും അവിടെ പറയുന്നുണ്ട്. മോളെ, അപ്പൊ മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവരെ കല്ലെറിഞ്ഞു കൊള്ളേണ്ടതാണ്. നീ എന്തു പറയുന്നു എന്ന് കർത്താവിനോട് ചോദിക്കുക. നിങ്ങളിൽ കുറ്റമില്ലാത്തവൻ ഇവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. കഥയറിയാം. എല്ലാവരും അങ്ങ് കടന്നുപോയി. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു തല ഉയർത്തി സ്ത്രീയെ മാത്രം കണ്ടു ചോദിക്കുക, ആരും നിന്നെ കല്ലെറിഞ്ഞില്ലയോ? ഇല്ല. എന്നിട്ടെന്ത് പറയുന്നു? അയ്യോ, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് കർത്താവായ യേശു ക്രിസ്തു അവിടെ പറയുന്നത്. എന്താണ്? ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക. ഇനിമേൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ഇനിമേൽ വ്യഭിചാരം ചെയ്യരുത്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു ന്യായപ്രമാണത്തോട് എന്ത് ചെയ്തു? അല്ലേ? അതിനെ മാറ്റിക്കളഞ്ഞോ? ഇല്ല. നീ പോയിട്ട് നീ ഇനി അനുസരിച്ച് നടക്കുന്ന പറയുന്നതിന്റെ അർത്ഥം. അല്ലേ? പോകാ, നീ ഇനിമേൽ പാവം. ഇനി നമുക്ക് മറ്റൊരു കാര്യം, ഒരു വിഗ്രഹാരാധനക്കാരനാണ് കർത്താവിന്റെ അടുക്കൽ ചെല്ലുന്ന നിലയിൽ ഇവനെ കല്ലെറിഞ്ഞു കൊല്ലണം ഗുരു. അപ്പം കർത്താവ് എന്തോ പറഞ്ഞേനെ? പോക, ഇനിമേൽ പാപം ചെയ്യും എന്ന് പറഞ്ഞാൽ ഇനിമേൽ നീ വിഗ്രഹാരാധന ചെയ്യരുത്. അങ്ങനെ ഓരോന്നെടുത്താലും ഏത് തകരാറിലായിരിക്കുന്നവനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, പോക, നീ ഇനി പോയി കൽപ്പനയനുസരിച്ച് ജീവിക്കുന്നു. അപ്പൊ കർത്താവും കൽപ്പനയുമായിട്ടുള്ള ബന്ധം എന്തുവാ? അല്ലേ? നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നീക്കാൻ ഒന്നുമല്ല വന്നത്. കർത്താവിൽ ഒന്നും നീങ്ങിപ്പോയിട്ടില്ല. അങ്ങനെ പഠിപ്പിച്ചതായിട്ട് ഒരു രേഖയും ഈ വേദപുസ്തകത്തിനകത്ത് ഇല്ല. കർത്താവായ യേശു ക്രിസ്തുവും കൽപ്പനയും എന്നുള്ള കാര്യത്തെപ്പറ്റി സാറ് ചോദിച്ചതിനകത്ത് വല്ല സംശയവും ബാക്കിയുണ്ടോ? ഒന്നും വിരോധമായിട്ട് ഇല്ല. ഈ ന്യായപ്രമാണം കൊടുത്ത ആ അദ്ദേഹം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തോ പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനി അടുത്തത് നോക്കാം. പൗലോസും ന്യായപ്രമാണവും. അത് വളരെ ദീർഘമുള്ള കാര്യമാണ്. എന്നാലും നോക്കാം, പൗലോസ് അപ്പോസ്തലൻ ന്യായപ്രമാണത്തെ പറ്റി എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 7:12 വായിക്കണം. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം. ന്യായപ്രമാണം എന്തുവാണ്? വിശുദ്ധമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ വിശുദ്ധമായ ന്യായപ്രമാണം ഒഴിച്ചു വെച്ചിട്ട് ഒരു വിശുദ്ധ ജീവിതം ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. സാധിക്കും. അസാധ്യമാണ്.
അല്ലേ? അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ന്യായപ്രമാണത്തെ എന്ത് പറഞ്ഞിരിക്കുന്നു? കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആർക്കും കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തന്നത് ദൈവമാണ്. ന്യായപ്രമാണം വിശുദ്ധമായിരിക്കുന്നതിന്റെ കാരണം തന്നെ ഈ തന്നിരിക്കുന്ന ദൈവം വിശുദ്ധനായതുകൊണ്ടാണ്, അല്ലേ? ബാക്കി എന്ത് വായിക്കുന്നു? ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. ഇനി ഒരു കാര്യം ചെയ്യാം, സങ്കീർത്തന പുസ്തകങ്ങളിലേക്ക് പോവാം. ഓക്കെ. എന്നിട്ട് 119 സങ്കീർത്തനം എടുത്തിട്ട് അതിന്റെ 172 വാക്യം വായിക്കാം. അങ്ങയുടെ കൽപ്പനകളൊക്കെയും നീതിയായിരിക്കയാൽ എൻ്റെ നാവ് അങ്ങയുടെ വാഗ്ദാനത്തെക്കുറിച്ച് പാടട്ടെ. അപ്പൊ ന്യായപ്രമാണം എന്താണ്? നീതിയാണ്. നീതിയാണ്. പുതിയ നിയമത്തിൽ എന്ത് പറയുന്നു? അത് വിശുദ്ധമാണെന്ന് പറയും, അതെ, അല്ലേ? അപ്പം പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിൽ വരുമ്പോൾ ന്യായപ്രമാണത്തിന് യാതൊരു കോട്ടവും വരുന്നില്ല. ഇല്ല. അതിന് ഇനിയും പൗലോസ് അപ്പോസ്തലൻ എന്ത് പറഞ്ഞിരിക്കുന്നു ന്യായപ്രമാണത്തെ പറ്റി, അല്ലേ? 2 ഭാഗവും നോക്കാം. ഓക്കെ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് സാർ ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ എന്ന് പറഞ്ഞാൽ എന്നറിയാമോ? ഈ പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടെന്നൊക്കെ അവകാശപ്പെടുന്നവര് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇവിടെ പറയുന്നത്. ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അപ്പൊ എന്തോ സംസാരിക്കാം, നമുക്ക് സംസാരിക്കാം. അതെ. പൗലോസ് അപ്പോസ്തലന് ന്യായപ്രമാണത്തെ പറ്റി പറഞ്ഞിട്ടുള്ള വളരെയധികം കാര്യങ്ങളുണ്ട്. എല്ലാം എടുക്കണ്ട, ചിലതെങ്കിലും എടുത്താൽ നമുക്ക് അതിന്റെ കാര്യം മനസ്സിലാവുന്നുണ്ട്, അല്ലേ? ദോഷം വല്ലതും പറഞ്ഞോ? ഇല്ല. ഗുണം വല്ലതും പറഞ്ഞോ? അതെ. ന്യായപ്രമാണത്തിന്റെ നീതി ന്യായപ്രമാണം നമ്മൾ കഴിഞ്ഞൊരു പ്രാവശ്യം പാപത്തെ നിർവചിക്കുന്നു, നീതിയെ വെളിപ്പെടുത്തുന്നു. ഓക്കെ. അങ്ങനെ 2 ഉദ്യോഗം, മിനിമം 2 ഉദ്യോഗമുണ്ട് ന്യായപ്രമാണത്തിന്. പാപത്തെ വെളിപ്പെടുത്തുന്നു, നീതിയെയും വെളിപ്പെടുത്തുന്നു. അപ്പൊ ന്യായപ്രമാണം എന്ത് വെളിപ്പെടുത്തുന്നു? ഓരോ മനുഷ്യനിലുമുള്ള പാപത്തെയും നീതിയെയും അത് വെളിപ്പെടുത്തുന്നു. അവൻ പൗലോസ് പറയുന്നു ന്യായപ്രമാണത്തിന്റെ നീതി എന്ന് പറഞ്ഞാല് ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുമ്പോൾ കാണുന്ന നീതി. അതെ. പൗലോസ് അപ്പോസ്തലൻ ന്യായപ്രമാണത്തെ പറ്റി എന്ത് പറഞ്ഞു? അനുസരിക്കണമെന്നോ അനുസരിക്കേണ്ടെന്നോ? അനുസരിച്ച് നടക്കണം. അനുസരിക്കേണ്ട ആണെന്നൊരില് അനുസരിക്കാതെ എങ്ങനെ ന്യായപ്രമാണത്തിന്റെ നീതി നമ്മളിൽ അങ്ങനെ കാണും? അതെ. വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പോഴ് പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടെന്ന് പറയുകയും ന്യായപ്രമാണം ഇല്ലെന്ന് പറയുകയും ചെയ്യുമെങ്കിൽ അവരെ കുറിച്ച് എന്ത് പറയും? അവരെ കുറിച്ച് തൊട്ട് താഴോട്ട് പറയുന്നുണ്ട്. പറഞ്ഞു, വായിച്ചു. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. കീഴ്പ്പെടണം, അല്ലേ? ജഡത്തെ അനുസരിച്ച് നടക്കുന്നവൻ ഇതിൽ കീഴ്പ്പെടുന്നില്ല. അതെ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനെങ്കിലോ അതിന് കീഴ്പ്പെടും. അപ്പൊ എന്ത് മനസ്സിലായി? പൗലോസ് എന്ത് പറയുന്നു ന്യായപ്രമാണത്തെ പറ്റി? ന്യായപ്രമാണം വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. ന്യായപ്രമാണം വിശുദ്ധം. ഒരുത്തൻ പരിശുദ്ധാത്മാവിലായിരിക്കുന്നു എങ്കിൽ എന്താണ് ഈ പരിശുദ്ധാത്മാവ്? അവനെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ അനുവദിക്കും, സഹായിക്കും, അതിലേക്ക് നടത്തും. ഓക്കെ. അപ്പൊ ഇന്നത്തെ പ്രസംഗവും വേദപുസ്തകവുമായിട്ട് എങ്ങനെ ഇരിക്കുന്നു? ഇന്നത്തെ ആധുനിക പ്രസംഗവും വേദപുസ്തകമായിട്ട് ഒത്തുപോകത്തില്ല, അല്ലേ? കാരണം ന്യായപ്രമാണം വേണ്ടാന്നാ പഠിപ്പിക്കുന്നത്. ഞാൻ പിന്നെ ഇരുന്ന് ചിന്തിക്കുക, പിന്നെ ഇതെങ്ങനെ നടക്കുന്നു എന്നുള്ളത്. ഈ തിരുവചനം ആധാരമാക്കി ഒരു മനുഷ്യൻ പ്രസംഗിക്കുന്നെങ്കിൽ അങ്ങനെ പ്രസംഗിക്കാൻ എങ്ങനെ സാധിക്കും? അവൾ മറുവശത്തേക്ക് പോകുന്നതിന് മുമ്പേ ഇതൊന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. വായിക്കാം. പൗലോസ് അപ്പോസ്തലൻ ന്യായപ്രമാണത്തെ പറ്റി എന്ത് പറഞ്ഞിരിക്കുന്നു? 1 കൊരിന്ത്യർ 10:14. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ട് ഓടുവിൻ. വിഗ്രഹത്തെ ആരാധിക്കരുന്നത് 10 കൽപ്പനയിൽ 1. അതെ. അപ്പം പൗലോസ് അപ്പോസ്തലൻ ന്യായപ്രമാണത്തെ സ്ഥാപിക്കുന്നുവോ അതോ വേണ്ടെന്ന് പറയുന്നോ? പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിക്കുവോ? വേണ്ടെന്ന് പറയുന്നില്ല, അല്ലേ? ഇനിയും എഫേസ്യർ 6:1 വായിക്കാം. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കും. പൗലോസ് അപ്പോസ്തലൻ ന്യായപ്രമാണത്തെ പറ്റി എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ എന്ത് പറയുന്നു? അതനുസരിക്കാനാ പറയുന്നത്. അനുസരിക്കണ്ടെന്ന് പറയും. എങ്ങനെയാ പറയുന്നത് അനുസരിക്കണ്ടെന്ന്? ഇന്നത്തെ ഉപദേശകന്മാർ ഇത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല എന്നാണ് പറയുന്നത്. ഇനിയും സാറിന് അറിയാവുന്ന കാര്യമാണ്, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:28 പറയുന്നു, മോഷ്ടിച്ചുകൊണ്ടിരുന്നവൻ എന്ത് ചെയ്യല്? കള്ളൻ ഇനിയും കക്കാതെ എന്ന് പറഞ്ഞാൽ നീ കക്കുന്നിടത്തോളം നീ ന്യായപ്രമാണം ലംഘിയായിട്ട് ജീവിച്ചിരിക്കുകയാണ്. എന്നാൽ ഇന്ന് മുതൽ നീ എന്തോ ചെയ്യണം?
കക്കരുത്. ന്യായപ്രമാണം അനുസരിക്കണമെന്നോ വേണ്ടെന്നോ പറയുന്നേ? അനുസരിക്കണം അല്ലേ? പൗലോസ് അപ്പോസ്തലൻ ന്യായപ്രമാണത്തെ പറ്റി എന്ത് പറഞ്ഞു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഒരിക്കലും ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് മാറി മറ്റേടത്ത് വേറെ രീതി പറയാൻ സാധ്യമല്ല അല്ലേ? ഇനി ന്യായപ്രമാണത്തെ പറ്റി പൗലോസ് അപ്പോസ്തലൻ എന്ത് പറഞ്ഞു നമ്മൾ നോക്കുന്നത് അല്ലേ? വളരെയധികം കാര്യങ്ങളുണ്ട്, എന്നാലും ചുരുക്കമായിട്ട് നോക്കി പോവുക. റോമർ 7:7 വായിക്കാം. ആകയാൽ നാം എന്ത് പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ ഒരു നാൾ വരുത്, എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. പൗലോസ് അപ്പോസ്തലൻ സ്വന്തം അനുഭവം പറയുകയാണ് അല്ലേ? അതെല്ലാ മനുഷ്യന്റെ അനുഭവം തന്നെ ആയിരിക്കണം. തീർച്ചയായിട്ടും പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ന്യായപ്രമാണം അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. പൗലോസ് അപ്പോസ്തലൻ എന്ത് പറഞ്ഞു എന്നാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനിയും ഒരു വാക്യം കൂടെ വായിക്കാം. പൗലോസ് അപ്പോസ്തലൻ ന്യായപ്രമാണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ട് വരുന്നത് അല്ലേ? അപ്പം പൗലോസ് അപ്പോസ്തലൻ എന്ത് പറഞ്ഞു ന്യായപ്രമാണത്തെ പറ്റി എന്നുള്ള? റോമർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം കൂടെ വായിക്കാം. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നു. ആചരിക്കണമെന്നോ ആചരിക്കണ്ടെന്നോ പറഞ്ഞേ? ആചരിക്കണം. അതിന്റെ താഴെ വേറെ വല്ലതും പറയുന്നുണ്ട്. 12-ാമത്തെ വാക്യം എന്ന് പറയുന്നത് 12-ാമത്തെ വാക്യം വായിക്കേണ്ടതാ. 12-ാമത്തെ വായിക്കണം. അതാ വായിക്കേണ്ടത്. വായിക്കണം. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. അവിടെ നിൽക്കട്ടെ. അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞിട്ട് പിന്നെ താഴോട്ട് വായിക്കാം. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവർ അവരാരാ? അവർ ന്യായപ്രമാണം. മറ്റൊരു ഭാഗത്ത് പൗലോസ് പറയാ ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ എന്ന് പറയുന്ന ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ അത് തന്നെ ഇവർക്ക് ന്യായപ്രമാണമായി. 2-ാമത്തെ അധ്യായത്തിൽ തന്നെ അത് കാണുന്നത്. അപ്പം ആർക്കാ ന്യായപ്രമാണം ഇല്ലാത്തത്? ജാതികൾക്കാ. ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ എന്ന് പറയുമ്പം ജാതികൾക്ക് ന്യായപ്രമാണം ഇല്ല. ഇവിടെ ഉണ്ടെന്ന് അവകാശപ്പെടുന്നവര് അത് ത്യജിക്കുമ്പോ ഇവർ ആരെ പോലെ ആയിത്തീരുക? ജാതികളെ പോലെ ആയിത്തീരുക. വളരെ സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ ന്യായപ്രമാണത്തെ എന്ത് പറഞ്ഞു എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ട് വരുന്നത് അല്ലേ? അപ്പൊ എന്നിട്ട് വാക്യം വായിക്കാം. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവർ അതാരാന്നറിയാമോ? ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തെന്ന് പറഞ്ഞാല് ക്രിസ്ത്യാനികളും യഹൂദന്മാരും അവരൊക്കെ എഴുതി ലഭിച്ചിട്ടുള്ളവരെയാണ് ഉള്ളവരെന്നും എഴുതി ലഭിച്ചിട്ടില്ലാത്തവരെ ന്യായപ്രമാണം ഇല്ലാത്തവർ ജാതികളെന്നും രണ്ടായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതെന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. വായിച്ചോളൂ. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവർ ഒക്കെ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. എങ്ങനെയായാലും നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവർ ഒക്കെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ഞാനൊരു പുസ്തകം വായിച്ചു, അതിനകത്ത് പറയാണ് ന്യായവിധി അത് നമ്മളെ പറ്റിയല്ല, ജാതികളെയാണ് ന്യായപ്രമാണം വെച്ച് ന്യായം വിധിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഈ ആള് ഏത് സ്കൂളിലാ പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏത് സ്കൂളിൽ പോയെന്നോ ആര് പഠിപ്പിച്ചെന്നോ ഉള്ള നോക്കിയിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. വേദപുസ്തകം എന്ത് പറഞ്ഞു? ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. അവർ ജാതികളാന്ന് പറയുന്നു. നമ്മൾ തെളിയിച്ചു. ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ എന്നുള്ള പദപ്രയോഗം കൊണ്ട് മനസ്സിലായി. അപ്പൊ ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ കാര്യമാ എന്ന് പറയാം. അതിനകത്ത് യഹൂദന്മാര് എഴുതി ലഭിച്ചിട്ടുള്ളവര് അവർ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. എന്തുകൊണ്ടാണ് ഈ പ്രമാണം വെച്ചാണ് അവരെ ന്യായം വിധിക്കുന്നത്. ന്യായവിധി എന്തുകൊണ്ട് നടത്തുന്നു? 10 കൽപ്പന കൊണ്ടാണ് മനുഷ്യനെ ന്യായം വിധിക്കുന്നത്. 10 കൽപ്പന കഴിഞ്ഞാൽ പിന്നെ ന്യായവിധി ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ പറയുന്നതിന് യാതൊരു ചുക്കും ഇല്ലെന്ന് ചുരുക്കം. അല്ലേ? യാതൊരു രീതിയിലും യാതൊരു മനുഷ്യ ബുദ്ധിക്കും നിരക്കുന്നതല്ല ഈ പഠിപ്പിക്കൽ എന്ന് പറയുന്നത് അല്ലേ? ഓരോ മനുഷ്യനെയും ദൈവം എന്ത് ചെയ്യും? ന്യായം വിധിക്കും. എങ്ങനെ ന്യായം വിധിക്കും? ദൈവത്തിന്റെ ന്യായപ്രമാണത്താൽ. എന്തു പറയുന്നു? അങ്ങനെയാണെന്നിൽ നമ്മൾ എന്തായിരിക്കുന്നു? ഇപ്പം വളരെ തകരാറാന്നേ. മാനസാന്തരപ്പെട്ട് വഴിമാറിക്കോണം. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കേട്ട തിരുവചനം വളരെ ആഴമേറിയ തിരുവചന സത്യങ്ങളാണ്. കർത്താവായ യേശുക്രിസ്തുവും ന്യായപ്രമാണവും എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിച്ചത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും ന്യായപ്രമാണം മാറിപ്പോയി എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിന് ശേഷം നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവും അപ്പോസ്തലനായ പൗലോസും ഒക്കെ ന്യായപ്രമാണം അനുസരിക്കണമെന്ന് തന്നെയാണ് പഠിപ്പിച്ചത്. നമ്മൾ തിരുവചനത്തിലൂടെ കേട്ട ഭാഗത്ത് നമ്മളിങ്ങനെ വായിച്ചു, ന്യായപ്രമാണം
ഇല്ലാതെ പാപം ചെയ്തവർ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകുമെങ്കിൽ ന്യായപ്രമാണം ലഭിച്ചിട്ടും അതിന് പുറംതിരിഞ്ഞ് നടന്നവർ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. അതുകൊണ്ട് നമുക്കൊരു ന്യായവിധിയുണ്ട്. നമ്മളെ ന്യായം വിധിക്കുന്ന ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്, 10 കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നാം ഈ പ്രമാണത്തിന് കീഴ്പ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കണം. അതുകൊണ്ടാണ് യേശുവിന്റെ അടുക്കൽ വന്ന മനുഷ്യനോട് കർത്താവ് പറഞ്ഞത്, നീ ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ച് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രത്യാശയ്ക്ക് വകയുള്ളൂ. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ നാളുകളിൽ നമുക്കൊരു നല്ല മാനസാന്തരം ആവശ്യമാണ്. നാം ദൈവകൽപ്പനകളോട് മറുതലിച്ച് നിൽക്കുന്നവരാണെങ്കിൽ, അത് മാറിപ്പോയി എന്ന് പഠിപ്പിക്കുന്നവരാണെങ്കിൽ, ഇനി മുതൽ അങ്ങനെയല്ല. നാം ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് കീഴ്പ്പെട്ട് വിശുദ്ധ ജീവിതം നയിപ്പാനും കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുവാനും ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്നടിയങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവും ന്യായപ്രമാണവും എന്ന വിഷയം ചിന്തിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്നു വചനം കേട്ട പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും കടബാധ്യതകളും എല്ലാം കർത്താവ് മാറ്റി കൊടുക്കണമേ. അതുപോലെ കർത്താവെ, ഇന്ന് കേട്ട വചനം അനേകരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ, അത് അനേകർക്ക് ആശ്വാസമായി രക്ഷയായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. രോഗത്തിലും ഭാരത്തിലും മറ്റ് പ്രയാസങ്ങളിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെ ആശ്വാസവും സമാധാനവും പ്രത്യാശയും കർത്താവ് നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയരെ, എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോടും പറയുക. യൂട്യൂബിലും കാണാൻ ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവത്തിൻ്റെ വചനം പഠിച്ച് നല്ല ദൈവമക്കളായി ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ സത്യസഭ എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തും. ദൈവത്തിന് ഒരു സഭയുണ്ടോ? ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ സഭകളും സത്യസഭകളാണോ? ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ സത്യസഭയ്ക്ക് ബാധകമല്ലേ? സത്യസഭ ദൈവകൽപ്പനകൾ മാറിപ്പോയി എന്ന് അവകാശപ്പെടുന്നവരുടെ കൂട്ടമാണോ? സത്യസഭയിലേക്ക് ദൈവം തെളിച്ചിട്ടിരിക്കുന്ന വഴി ഏതാണ്? തുടങ്ങി സത്യസഭയെക്കുറിച്ച് നാം അവശ്യം അറിഞ്ഞിരിക്കേണ്ട വിലപ്പെട്ട അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. ഈ പുസ്തകം ആവശ്യമുള്ളവർ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9747097977. നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 9747097977. ശ്രീ പേരകത്ത് ചെറിയാൻ സ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം നിങ്ങളെ പരിചയപ്പെടുത്തും. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചനാടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഗ്രന്ഥമാണിത്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥം തികച്ചും സൗജന്യമായിട്ട് നൽകുന്നു. ഈ പുസ്തകം ആവശ്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ 9747097977. ഒരിക്കൽ കൂടെ പറയാം, 9747097977. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. സമകാലീന സംഭവങ്ങൾ, ആരോഗ്യ ദൂതുകൾ, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കിയ ഉത്തമ കുടുംബ മാസിക. വാർഷിക വരിസംഖ്യ 200 രൂപ മാത്രം. വരിക്കാരാകുവാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 9168433122 9747097977.